ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലെ സന്തോഷത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോഴോ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രീം പേഴ്സ്യൂ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് ആൾക്കാരെന്ത് വിചാരിക്കും എന്നാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഒരുപാട് സമയം നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കാൻ സമയമില്ല. അവരവരുടെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഇൻസെക്യൂരിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിസി ആയിരിക്കും. നമ്മളാണ് ഈ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ളത് വിചാരിച്ച് ജീവിക്കുന്നത്. പിന്നെ മാത്രം ഇൻ കേസ് ഇപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ച് ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ആൾക്കാർ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആൾക്കാർ നമുക്ക് തരുന്ന ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ വെറും ഒരു ഷാഡോ മാത്രമായി പോകും നമ്മൾ. എന്നുവെച്ചാൽ ആൾക്കാർ ഇങ്ങനെ ഒരു സിസ്റ്റം, ഒരു കൾച്ചർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നു, നമ്മളതിനനുസരിച്ച് കീ കൊടുത്ത ഭാവന പോലെ മുന്നോട്ട് പോകുന്നു. അതാണ് ശരിക്കും സത്യം. അതുമാത്രം ഇപ്പം നമ്മൾ ഒരു സ്റ്റാറ്റസ് ഇട്ടു വാട്സപ്പിൽ, നമ്മൾ ഏതുപേരും എല്ലാ 10 സെക്കൻഡ് കൂടുമ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എത്ര പേര് കണ്ടു. ഇതെന്താ സംഭവം? ഇത് തന്നെ ആൾക്കാർ എന്ത് വിചാരിക്കും, ആൾക്കാരെ കണ്ടിട്ട് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക എന്നുള്ള തരം ഒരു ആങ്സൈറ്റി തന്നെയാണ് അത്. കൂടാതെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചൊരു ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം എക്സോസ്റ്റഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് കിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് അനുഭവിക്കാനേ പറ്റില്ല. ഉള്ള കാര്യം പറയാലോ, മിക്ക ആൾക്കാരും ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു ഡ്രീം ലൈഫൊന്നുമല്ല, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു സോഷ്യലി അക്സെപ്റ്റഡ് ലൈഫ്, അതാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സോഷ്യലി അക്സെപ്റ്റഡ് ലൈഫ് ജീവിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ആ സൊസൈറ്റിയുടെ ആ ഒരു നോംസൊക്കെ അനുസരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഭയങ്കര റെസ്പെക്റ്റ് കിട്ടുന്നൊരു മനുഷ്യനായിട്ട് മാറുന്നു. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ, നിങ്ങൾ മാക്സിമം നിങ്ങളിഷ്ടപ്പെട്ട പോലെ ജീവിക്കുക. പിന്നെ ഈ ഭൂരിഭാഗം സമയത്ത് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ നടക്കുമ്പോൾ അവരതിനെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്തു, അത് ആൾക്കാരെല്ലാവരും ഓർത്തിരുന്നു, ഇപ്പോൾ എന്തൊക്കെയായിരിക്കും പറയുന്നത്. ബേസിക്കലി അങ്ങനെ ഒരു സംഭവം ആൾക്കാർ മറന്നേ പോയിട്ടുണ്ടാവും. ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും എന്ത് പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും മൂവ് ഓൺ ആവും. മനസ്സിലായോ? അതായത് നമ്മുടെ വേൾഡ് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല, അത് മുന്നോട്ട് തന്നെ പോവുക. അപ്പോൾ നമ്മളല്ലേ ആ ഒരു വേൾഡിൻ്റെ കൂടെ നമ്മൾ മുന്നോട്ട് പോകണം, അല്ലാതെ നമ്മളെവിടെയും വെച്ചിട്ട് സ്റ്റോപ്പായി പോകരുത്. ഈ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ എന്താ പറയുക, ഒരു ലൈഫ് ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിൽ നമ്മുടെ ഒരു ലൈഫ് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളെവിടെയാണ് നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നത്? ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അതായത് നമ്മൾ മരിക്കുന്നതിന് ആ ഒരു 10 മിനിറ്റ്, അതിന് തൊട്ട് മുമ്പുള്ള 10 മിനിറ്റ് നമ്മളെ ലൈഫിലെ ഏറ്റവും നല്ല മെമ്മറീസൊക്കെ ആയിരിക്കും ഓർക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ നല്ല മെമ്മറീസ് വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു ലൈഫ് നമ്മൾ ജീവിക്കണ്ടേ? പക്ഷേ നമുക്കതിന് ഒരുപാട് ലിമിറ്റേഷൻസ് വരാം. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ലിമിറ്റേഷൻ വരാം. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെങ്ങനെയാണ് എന്നുള്ളതും ഇതിന് ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ ദോ നമുക്കിഷ്ടമുള്ളൊരു ലൈഫ് ജീവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആൾക്കാരെന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു നല്ല ഒരു ഇമേജിന് വേണ്ടി നമ്മളെ തന്നെ ഇങ്ങനെ എന്താ പറയുക, വേറൊരാളായിട്ട് ശരിക്കും പറഞ്ഞാൽ മാറ്റുന്നത് ശരിക്കും അതിന് ക്രിഞ്ച് പരിപാടിയാണ്. നമുക്കിപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ക്രിഞ്ചിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ തന്നെ ക്രിഞ്ചാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം വന്ന് നമ്മൾ ആക്ച്വലി നമ്മുടെ കണ്ണാടിയിലൂടെ അല്ല കാണുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെ ശരിക്കും നമ്മളെ കാണാൻ ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മളെ തന്നെ മിററിന് മുമ്പിൽ പോയിരുന്നിട്ട് ഓക്കെ യു ആർ ഗുഡ് എന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെപ്പോഴും നമ്മളെ കുറവേ കണ്ടുപിടിക്കുള്ളൂ. മിക്കവാറും ആൾക്കാർ മറ്റുള്ളവരുടെ കണ്ണിൽ കൂടെ ആയിരിക്കും നമ്മളെ തന്നെ കാണുന്നത്. അത് നിർത്താം. അത് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പിയായിട്ട് ജീവിക്കുക. അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ബാക്കി നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട കാര്യം? ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കണം, ആൾക്കാരുടെ ഇഷ്ടത്തിനാണ്, എന്ത് കാര്യം? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്നൊരു കാര്യം മാറ്റി വയ്ക്കുക. എനിക്കൊരു ടൈം വരെയും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ആൾക്കാർ എന്ത് വിചാരിക്കുന്നു എന്നോർത്ത് ഭയങ്കര ഒരു ടെൻഷൻ. പക്ഷേ എനിക്ക് ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാടാണ്, ആൾക്കാർ ശരിക്കും നമ്മളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ, നമുക്ക് പറ്റിയ കുഞ്ഞു അബദ്ധങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നമ്മളാണ് ചുമ്മാ അവരങ്ങനെ ചിന്തിച്ചാണോ എന്നൊക്കെ ഓർത്ത് ചുമ്മാ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് എല്ലാവരോടും, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ ടെൻഷൻ അടിക്കാതിരിക്കുക.
ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊരു ടെൻഷൻ, ആ ഒരു ടെൻഷൻ മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിച്ചു വന്നാലും ഈ കാര്യത്തിന് വേണ്ടി ആരും ടെൻഷൻ അടിച്ച് അവരുടെ ജീവിതം പാഴാക്കരുത്. ഞാൻ പറയട്ടെ, ഈ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം കൊണ്ട് എത്രയോ സൂസൈഡുകൾ തന്നെ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? എത്രയോ, ശരിക്കും പറഞ്ഞാൽ എത്ര പേരുടെ ലൈഫ് സ്പോയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു മെൻ്റൽ ട്രോമ കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ആൾക്കാർ എന്ത് വിചാരിക്കും, ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റിനനുസരിച്ച് ജീവിക്കുമ്പോൾ. സോ നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് ചിന്തിക്കുക. ഇപ്പോൾ പക്ഷെ എന്നാലും കുറച്ചും കൂടി തലമുറ കുറച്ചും കൂടി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് ഭയങ്കര സംഭവമാണ്. നമ്മുടെ ജനറേഷൻ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല ഒരു വിഷണറി ആണെന്ന് തോന്നുന്നു ഈ കാര്യത്തിൽ. കുറച്ചും കൂടി നമ്മുടെ ഹാപ്പിനെസ്സിന് കുറച്ചും കൂടി സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു ഒരു എൻവയോൺമെൻ്റ് ആണ് മൊത്തത്തിൽ ഇപ്പോൾ ഉള്ളൊരു ജനറേഷനുള്ളത്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടായ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്കും അറിയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഈ ഒരു ടോപ്പിക്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഇനിയും ഞാൻ ഇത്തരം വീഡിയോകളായിട്ട് നിങ്ങളോട് അടുത്ത് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടും ലൈക്സ്, കമൻറ്റ്സ് ഇതൊക്കെയാണ് ശരിക്കും നമുക്കുള്ളൊരു പ്രചോദനം. അപ്പോൾ താങ്ക് യു.